അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആദ്യമായാണ് എൻ്റെ ഈ ഒരു ചാനലിൽ മലയാളത്തിലുള്ള ഒരു ക്ലാസ്സുമായി ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഈ കർണാടക ഭാഗത്തായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കർണാടക ഈ ഭാഗത്തിലുള്ള നമ്മുടെ ബ്യാരികൾ നക്കിനിക്ക് സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയായിരുന്നു ഇതുവരെ ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിൽ വന്ന് ഉസ്താദ് ഇത് മലയാളത്തിലും പറയണേ എന്നൊക്കെ പറയുമ്പോൾ, സാധാരണ ഇപ്പം നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അത് മനസ്സിലാവും. അതേസമയത്ത് ഇവിടുത്തെ ഭാഷയിൽ ഞാൻ പറയുകയാണെങ്കിൽ അത് മലയാളികൾക്കത് മനസ്സിലാക്കാൻ ഒരുപാട് പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഒരു മലയാളത്തിലാക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ഏതായാലും നല്ല പ്രവർത്തനമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. വിഷയത്തിലേക്ക് കടന്നു വരാം. സൂറത്തുൽ ഫാത്തിഹയാണ് ഇന്നത്തെ വിഷയം. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ ദൈനംദിനം നിത്യേന നമ്മൾ നിസ്കരിക്കുന്ന 5 വക്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ 5 വക്ത് നിസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ 17 റക്അത്തുകളാണുള്ളത്. 17 റക്അത്തുകളിലും ഓതൽ നിർബന്ധമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. എന്നോ നമ്മളത് ഓതി വരുന്നുണ്ട്. പക്ഷേ പല ആളുകളും അത് ഇന്ന് വരെ അതിന്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് വൈകി പോയിട്ടുണ്ട്. പല ആളുകളും ഇതുവരെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് തന്നെ ഇല്ല. അതുകൊണ്ട് എന്താണ് ഇതിന്റെ ഒരു ലാഭം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം ഒരു ഉദാഹരണത്തിന് ഫാത്തിഹ ആയിക്കോട്ടെ, ഫാത്തിഹ ഓതുമ്പോൾ അർത്ഥം ചിന്തിച്ച് കണ്ടാണ് നമ്മൾ ഓതുന്നതെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ, ലാഭങ്ങൾ അതിൽ നമുക്കുണ്ട്. ഒന്നാമതായി നമ്മുടെ ചിന്ത നിസ്കാരത്തിലാകുമ്പോൾ അള്ളാഹിനെ മാത്രം നമ്മൾ ഓർക്കണം. അപ്പൊ അള്ളാഹുവായ റബ്ബിനെ ഓർക്കുമ്പോൾ ഈ ഫാത്തിഹ നമ്മൾ അർത്ഥം ചിന്തിച്ച് ഓതുമ്പോൾ അള്ളാഹിനെ ഓർക്കാനും നമുക്ക് കഴിയും. നമ്മുടെ ചിന്ത നിസ്കാരത്തെ തൊട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നതിനെ തൊട്ട് തടയാനും നമുക്കിത് സഹായമായേക്കാം. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ എന്നേ ഓതുന്നുണ്ടെങ്കിലും അതിന്റെ അർത്ഥം നീണ്ട ആശയത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഞാനൊക്കെ ഇനി ഓതുമ്പോൾ അതിന്റെ അർത്ഥം കൂടി ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ഓതുകയാണെങ്കിൽ നമ്മുടെ നിസ്കാരവും വലിയ വിലപ്പെട്ട നിസ്കാരമായി മാറും. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അത് നമ്മൾ ആദ്യം തുടങ്ങുന്നത് ബിസ്മിയാണ്. അഊദു എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നുണ്ടെങ്കിലും അഊദു ഫാത്തിഹയിൽപ്പെട്ട ആയത്തൊന്നുമല്ല. ഫാത്തിഹയിൽ 7 ആയത്തുകളാണ് ഉള്ളത്. ബിസ്മി, അതിന് ശേഷമുള്ള അൽഹംദു, അങ്ങനെ തുടങ്ങി 7 ആയത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു തആല നമുക്ക് ഇറക്കി തന്നിട്ടുള്ളത്. 7 ആയത്തുകൾ കൂടിയുള്ള ഒരു സൂറത്തുൽ ഫാത്തിഹ. ഇത് വിശുദ്ധ ഖുർആൻ തുറന്നാൽ ഒന്നാമത്തെ ഒരു സൂറത്തും കൂടിയാണിത്. രണ്ടാമത്തെ സൂറത്തുൽ ബഖറ, ആൽ ഇംറാൻ, നിസാ, മാഇദ, അൻആം, ഇങ്ങനെ പോകും. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ ഒരു ദിവസം 17 തവണ ഓതൽ അല്ലാഹു തആല നിർബന്ധമാക്കിയ ഒരു സൂറത്തും കൂടിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ഓതുമ്പോൾ നല്ല ഇഖ്ലാസോടെ അതിന്റെ ആയത്തിന്റെ അക്ഷരങ്ങളൊക്കെ അതിന്റെ വൃത്തി സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓതേണ്ടത്. ഇപ്പൊ തജ്വീദ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരികയല്ല, ഓതുമ്പോൾ മനസ്സിൽ നിന്ന് കൊണ്ടുവരാൻ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു അർത്ഥമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒന്നാമത്തെ ആയത്ത്. ആ ആയത്തിന്റെ അർത്ഥം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ ഇതാ ഈ സൂറത്ത് ഓതാൻ തുടങ്ങുകയാണ്. അൽഹംദുലില്ലാഹി. എന്താണ് റഹ്മാൻ, എന്താണ് റഹീം? അത് വിവരിക്കാൻ തുടങ്ങിയാൽ മാസങ്ങളോളം പറയേണ്ടി വരും. അത്രയും മാത്രം ഇമാമിങ്ങൾ, ഇമ്മത്ത്, തഫ്സീറിന്റെ മുഫസ്സിരീങ്ങൾ ഇതിനെപ്പറ്റി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റഹ്മാൻ എന്താണ്, റഹീം എന്താണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഏതായാലും ഞാൻ അതിന്റെ ആശയത്തിലേക്ക് കടക്കാതെ വെറും അർത്ഥം മാത്രം ഞാൻ പറഞ്ഞു പോവാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാൻ റഹീം എന്ന പേരുള്ള അല്ലാഹുവിനെ കൊണ്ട് ഞാൻ ഇതാ ഓതാൻ തുടങ്ങുന്നു. ആ അല്ലാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ ഇതാ ഓതാൻ തുടങ്ങുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു, സർവസ്തുതിയും. സർവസ്തുതി എന്ന് പറയാൻ കാരണം ലോകത്ത് എല്ലാ പടപ്പുകളും പല പടപ്പുകൾക്ക് ഇതര സൃഷ്ടികൾക്ക് എന്തെങ്കിലും, ഇപ്പൊ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ ഞാൻ താങ്ക്സ് പറയും, താങ്ക് യു പറയും, ജസാക്കല്ലാഹ് പറയും. ഇതൊക്കെ സ്തുതികളാണ്. അതുപോലെ ഈ സ്തുതികൾ പറയാതെ തന്നെ ഒരാൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്താൽ ഞങ്ങൾ തിരിച്ച് അയാൾക്ക് ഒരു സഹായം ചെയ്യും. ഇതൊക്കെ സ്തുതികളാണ്. ഉപകാരം ചെയ്ത് അവന്
പ്രത്യുപകാരം ഞാൻ ചെയ്യുമ്പോൾ അതെല്ലാം ഒരു ഹംദായി മാറുകയാണ്. ഒരാൾ നമുക്ക് ചെയ്ത കാര്യം നല്ല ഉദ്ദേശത്തോടെ നമ്മൾ ഇങ്ങനെ ഓർക്കുമ്പോൾ അതിന് സ്തുതി എന്ന് പറയും. അപ്പൊ മനുഷ്യന്മാരെല്ലാവരും ഇങ്ങനെ പരസ്പരം ഒന്നല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ഒരുത്തൻ മറ്റൊരാളെ സ്തുതിച്ചു കൊണ്ടൊക്കെ ഉണ്ടാകും. എന്നാൽ ലോകത്തുള്ള ഏറ്റവും അർഹതപ്പെട്ട സ്തുതി, ഒറിജിനൽ സ്തുതി, അത് ലില്ലാഹി, സർവശക്തനായ അല്ലാഹുവിനാണ്. അല്ലാഹുവിനാണ്. എങ്ങനത്തെ അല്ലാഹു? റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ അല്ലാഹു, എല്ലാ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന അല്ലാഹു, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന അല്ലാഹു, എല്ലാവരെയും കാണുന്ന അല്ലാഹു, എല്ലാവരെയും അറിയുന്ന അല്ലാഹു. ആ അല്ലാഹുവിനാണ് എന്റെ സ്തുതി. അർ റഹ്മാനിർ റഹീം, പിന്നെയും പറയുന്നു റഹ്മാനും റഹീമുമായ അല്ലാഹ്. എന്നിട്ടാണ് പറയുന്നത് മാലികി യൗമിദ്ദീൻ. ആ അല്ലാഹു ആരാണ്? അന്ത്യനാളിന്റെ ഉടമസ്ഥനാണ്. അന്നത്തെ ആ അന്ത്യനാൾ, ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അധികാരം എന്ന് പറയാൻ അത് അള്ളാഹുവിന് മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. വേറെ ആർക്കും ഒന്നും പറയാനില്ല. ഈ ഭൂമി ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ അത് എന്റെ വീട് എന്ന് പറയാൻ നമുക്കുണ്ട്, അത് എന്റെ വണ്ടി എന്ന് പറയാനുണ്ട്, അത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയാനുണ്ട്, അത് എന്റേതാണ്, ഞാനാണ്, എന്റേതാണ്, ഞങ്ങളുടെ, ഇങ്ങനെ നമ്മൾ പലതും പറയും. പക്ഷെ അന്ത്യനാളിൽ എന്റേത്, ഞാൻ എന്ന് പറയാൻ ഒരേ ആൾക്ക് ഇവിടെ അധികാരമുള്ളൂ, അത് അല്ലാഹുവിനാണ്. അതാണ് മാലിക് യൗമിദ്ദീൻ, അന്ത്യനാളിന്റെ ഉടമയായ അല്ലാഹ്. എന്നിട്ട് നമ്മൾ പറയാൻ ഇയ്യാക നഅ്ബുദു, പഠിച്ചോനെ ഇയ്യാക നഅ്ബുദു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ട്ടോ, നിന്നെ ഞങ്ങൾ ആരാധിക്കാണ്. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ യഥാർത്ഥത്തിൽ സഹായിക്കാൻ കഴിവുള്ളവരെന്നുള്ള ഉദ്ദേശത്തോടെ സഹായം അത് നിന്നോട് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. നമ്മുടെ ഉമ്മയോട്, നമ്മുടെ ഭാര്യയോട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരാൻ പറയും, ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറയും. ഇതൊക്കെ സഹായങ്ങളാണ്. പക്ഷേ അവർ നമുക്ക് വെള്ളം തരണമെങ്കിൽ, ഉമ്മ നമുക്ക് ഭക്ഷണം തരണമെങ്കിൽ അത് അല്ലാഹു തആല സഹായിക്കാൻ അതിനുള്ള ശക്തി അവർക്ക് കൊടുത്താലേ ഇവർക്ക് തരാൻ കഴിയുകയുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ തരുന്നവൻ എന്നുള്ള ഉദ്ദേശത്തോടെ ഞങ്ങൾ സഹായം ചോദിക്കുമ്പോൾ റബ്ബേ അത് നിന്നോട് മാത്രമേ ഞങ്ങൾ ചോദിക്കാറുള്ളൂ. അതല്ലാതെ ഇത്തരം ആളുകളോട് ചോദിക്കുന്നത് അതൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗമാണ്. അവരും സഹായിക്കണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു രോഗം വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, ഡോക്ടറെ കാണുന്നു, പക്ഷേ ഡോക്ടർക്ക് നമ്മളെ സഹായിക്കാനൊരിക്കലും നമ്മുടെ രോഗം മാറ്റാൻ കഴിയില്ല. അതേസമയത്ത് രോഗം മാറാനുള്ള മരുന്ന് തരാൻ കഴിയും. ആ മരുന്ന് നമ്മൾ കഴിച്ചാലും നമുക്ക് ശിഫ തരുന്നവൻ അല്ലാഹു മാത്രമാണ്. അതാണ് ഇവിടെ പറയുന്നത്, റബ്ബേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിന, ഞങ്ങളെ നീ നേർവഴിയിലാക്കണേ പഠിച്ചവനെ. അസ്സിറാത്തൽ മുസ്തഖീം, നേരായ റൂട്ടിൽ ഞങ്ങളെ നീ വഴി കടത്തണേ പഠിച്ചവനെ. ഒരു തകർന്ന റൂട്ട് നമുക്ക് വേണ്ട, പിഴച്ചുപോയ റൂട്ട് അതൊന്നും നമുക്ക് വേണ്ട. നേരായ വഴിയിൽ ഞങ്ങളെ നീ നിലനിർത്തണം, ഞങ്ങൾക്ക് ഹിദായത്ത് കൂട്ടിത്തരണം. ഏതാണ് ഈ നേരായ റൂട്ട്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ വഴി, നീ അനുഗ്രഹിച്ചവരുടെ വഴി. ആ റൂട്ടിലാണ് ഞങ്ങളെ നീ നിർത്തേണ്ടത് പഠിച്ചവനെ. ആരാണത്? അല്ലാഹു തആല പറയുന്നു ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപം ആരുടെ മേലിലുണ്ടോ അവരുമല്ല, അവരുടെ കൂടെ കൂടാൻ നമുക്ക് താല്പര്യമില്ല. അവിടെ നീ ഞങ്ങളെ അവരുടെ കൂട്ടത്തിൽ പെടുത്തണ്ട. നിന്റെ ശരിയായ ദീനയിൽ തൊട്ട് പിഴച്ചുപോയ ആ ബാല്യങ്ങളായ പിഴച്ചുപോയ ആളുകളെ കൂട്ടത്തിലും ഞങ്ങളെ നീ ആക്കല്ലേ. അതാക്കാതെ അവരുടെ വഴിയൊന്നുമല്ല, അവരുടെ വഴി വിട്ടിട്ടുള്ള നേരായ റൂട്ട് ഏതാണോ, നേരായ വഴി ഏതാണോ ആ വഴിയിൽ ഞങ്ങളെ നീ വഴികടത്തണമേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സൂറത്തുൽ ഫാത്തിഹയിൽ അവസാനത്തെ ആയത്ത് നമ്മൾ നിർത്തുന്നത്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ അവസാനത്തെ ആയത്ത് ഓതിയ ഉടനെ ആമീൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മൊത്തത്തിലല്ലെങ്കിലും വലിയ ആശയം ഉൾക്കൊള്ളുന്ന രീതിയിൽ അല്ലെങ്കിലും ഒരു ചെറിയ നിരക്കെങ്കിലും ഫാത്തിഹ ഓതുമ്പോൾ, ഈ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ ഇതിന്റെ അർത്ഥം കൂടി നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ വളരെ നല്ല ഉപകാരമായ രീതിയിൽ നിസ്കരിച്ചു തീർക്കാൻ നമുക്ക് കഴിയും. എല്ലാവരും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഓരോ അറിവുകൾ നമ്മൾ എന്നോ മദ്രസ നിർത്തി എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്ന അവസരങ്ങളെല്ലാം ഇവിടെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളിലൂടെ നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അവ നല്ല രൂപത്തിൽ ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നമ്മൾ നോക്കാനും പഠിക്കാനും കേൾക്കാനും ഒക്കെ ശ്രമിക്കണം. അല്ലാഹു തആല ആരെല്ലാം ഇത് കേട്ടവരുണ്ടോ കേൾക്കുന്നവരുണ്ടോ അവർക്കൊക്കെ ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.